ഹലോ, ഇന്നൊരു രാത്രി യാത്രയും കുറച്ച് ഫുഡ് എക്സ്പ്ലോറിങ്ങും ആണ് കേട്ടോ ഇന്നത്തെ ഞങ്ങളുടെ ഒരു പരിപാടി. അപ്പോൾ രാത്രി ഒരു 7-7:30 ആയിട്ടുണ്ട് ഇറങ്ങുന്ന ഒരു ടൈം കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ ചപ്പലും വീട്ടിലിടുന്ന ഡ്രസ്സും ആ ഒരു കോലവും ഒക്കെ ആയിട്ടാണ് കേട്ടോ ഈ ഒന്ന് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു പോക്കെന്ന് പറയുന്നത് കൊല്ലം ടു ആറ്റിങ്ങൽ റോഡാണ് കേട്ടോ. NH റോഡ് വരെയുള്ളൊരു പോക്കാണ് ഇന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം കുറച്ച് ദൂരം വന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ ഒരിടത്ത് ചായ കുടിക്കാനായിട്ട് നിന്നതാണ് കേട്ടോ. അപ്പം 4 ചായയും ഞാനൊരു കോഫിയും പിന്നെ അതിൻ്റെ കൂടെ ഒരു കട്ട്ലറ്റ് വാങ്ങിയായിരുന്നു. കട്ട്ലറ്റ് വലിയ രസമില്ലായിരുന്നു കേട്ടോ. പിന്നെയും ഞങ്ങളിതേ നേരെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ പോകുന്നതെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു സ്ഥലമോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ. വെറുതെ ഇങ്ങനെ രാത്രി ഒരു യാത്ര ഒന്ന് കാറിലൊന്ന് പോയി കുറച്ചെടുത്ത് സ്ട്രീറ്റ് ഫുഡും കാര്യങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം എന്ന് കരുതിയിട്ട് പോയതാണ്. അപ്പോൾ പോണ വഴിക്ക് കണ്ടതാണ്. ഇവിടെയാണെങ്കിൽ നമ്മുടെ കോഫി ഡേയും ഉണ്ട്, പിന്നെ വേഫിൾ സ്പോട്ടും ഉണ്ട് കേട്ടോ. വേഫിൾ സ്പോട്ട് കയറിയെന്ന് പറഞ്ഞൊന്നുമില്ല, വേഫിളിൽ നമുക്കിവിടെ ഒരു പ്രിയങ്കരമായ ഒരു ഭക്ഷണമാണ്. അപ്പോൾ അതൊന്ന് മേടിക്കാമെന്ന് കരുതി. പിന്നെ എല്ലായിടവും ഒന്ന് കറങ്ങി ഒന്ന് റോഡിൽ കൂടെ പോകുകയാണെന്ന് കടകളിൽ സ്ട്രീറ്റ് ഫുഡൊക്കെ ഒന്ന് നോക്കി അതൊക്കെ ഒന്ന് കഴിച്ച് ഒന്ന് പോകാമെന്ന് പറയും. നമുക്ക് രാത്രിയിലേ ടൈം കിട്ടാറുള്ളൂ സാധാരണ. അങ്ങനെയാണ് രാത്രി തന്നെ അങ്ങ് ചൂസ് ചെയ്തത്. അതാണ് നൈറ്റ് ഡ്രൈവ് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആദ്യം നമ്മൾ എടുത്തത് ഒരു ബ്രൗണിയുടെ വേഫിളായിരുന്നു കേട്ടോ. അത് വലിയ ടേസ്റ്റ് ഇല്ലായിരുന്നു, ബ്രൗണി ആയതുകൊണ്ടായിരിക്കും നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരുന്നത്. രണ്ടാമത് വാങ്ങിയത് ഇത് കിടിലായിരുന്നു കേട്ടോ. ഇത് വന്നിട്ട് ഈ ഡബിൾ ട്രക്കർ എന്നായിരുന്നു അതിൻ്റെ പേര്. അതായത് ഒരു സൈഡ് ഡാർക്ക് ചോക്ലേറ്റും ഒരു സൈഡ് വൈറ്റ് ചോക്ലേറ്റ് ആയിരുന്നു കേട്ടോ. ഇത് നല്ല ക്രഞ്ചി ആയിരുന്നു കേട്ടോ. ഒരെണ്ണത്തിന് റേറ്റ് വന്നത്, അതായത് ഇതിന് റേറ്റ് വന്നത് 80 രൂപയും ബ്രൗണിയുടെ വേഫിളിന് റേറ്റ് വന്നത് ഒരു 120 രൂപയും ആയിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു. എനിക്കാണെങ്കിൽ വേഫിളിൻ്റെ എല്ലാ ഐറ്റവും ഇഷ്ടമാണ്. അപ്പം ഇത് നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ ബ്രൗണിയുടെ അത്ര വലിയ രസമില്ലായിരുന്നു, പക്ഷേ എനിക്ക് ഈ ഡബിൾ ട്രബിളോ അത് ഇഷ്ടമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് വന്നപ്പോഴാണ് കേട്ടോ നമുക്കിവിടെ വേഫിൾസ് കഴിച്ചല്ലോ. അപ്പോൾ അടുത്തതായിട്ട് മോമോസാണ് ട്രൈ ചെയ്യാൻ പോയത് കേട്ടോ. ഇതിൻ്റെ സ്ഥലം എന്ന് പറയുന്നത് ആറ്റിങ്ങൽ ബിവറേജസിൻ്റെ വെയർ ഹൗസ് ഇല്ലേ, അതിൻ്റെ അടുത്തായിരുന്നു. അപ്പം നല്ല വേഫിൾസും ആയിരുന്നു, അതേപോലെ തന്നെ നല്ല ഈ ഒരു മോമോസും ആയിരുന്നു കേട്ടോ. ഇതൊരു ചെറിയ കടയാണ്, അവിടെ ജ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ ജ്യൂസ് വാങ്ങിയില്ല. അതായത് ഈ 4 കഴിക്കുന്ന ഈ പ്ലേറ്റിൽ 5 ഉള്ളത് കേട്ടോ. 5 100 രൂപയാണ് റേറ്റ് വരുന്നത്. ഞങ്ങളുടെ 5 80-90 രൂപയ്ക്കാണെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ ഒരു 100 രൂപയായിരുന്നു വന്നത്, പക്ഷെ കിടിലായിരുന്നു കേട്ടോ അത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു വരുന്ന വഴിക്ക് ഇത് അരുൺ ഐസ്ക്രീമിൻ്റെ ഷോറൂമായിരുന്നു. പക്ഷേ ഞങ്ങൾ വിചാരിച്ച് കുറച്ചേ ഉള്ളൂ എന്ന്, പക്ഷെ ശരിക്ക് ഐറ്റംസ് ഉണ്ടായിരുന്നു, ശരിക്കും വെറൈറ്റീസ് ഉണ്ടായിരുന്നു. അതായത് നമ്മൾ കണ്ടിട്ടേ ഇല്ലാത്ത കുറേ ഫ്ലേവേഴ്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾക്ക് ഓൾറെഡി ചെറിയ രീതിയിലൊക്കെ വയറ് നിറഞ്ഞതുകൊണ്ട് അധികം അങ്ങോട്ട് ഐസ്ക്രീം ഒന്നും എടുത്തില്ല. കാരണം നമ്മൾ വരുന്ന വഴിക്ക് നമുക്ക് വീട്ടിൽ കൊണ്ടുവരാൻ പറ്റില്ലല്ലോ, അലിഞ്ഞു പോകും. വയറ് നിറഞ്ഞൊന്നുമല്ല, പോകുന്ന വഴിക്ക് ഇനി തട്ടുകട കയറി എന്തെങ്കിലുമൊക്കെ കഴിക്കണം, അതുകൊണ്ട്. അതെ, കാരണം ഇങ്ങോട്ട് വരുന്ന വഴിക്ക് തട്ടുകടകളൊക്കെ കണ്ടായിരുന്നേ. അപ്പം തിരിച്ചു പോകുമ്പോൾ തട്ടുകടയിൽ കയറാമെന്നാണ് കരുതിയത്. പിന്നെ മാത്രമല്ല ഐസ്ക്രീം ഒരുപാട് വാങ്ങിയാലും കൊണ്ടുവരാൻ പറ്റില്ലല്ലോ, വരുമ്പോഴത്തേക്ക് അത് അലിഞ്ഞു പോകും. ഇതൊക്കെ അവിടുത്തെ ഐസ്ക്രീം കേക്കുകളാണ് കേട്ടോ. ഇതൊക്കെ ഞാൻ ഇവിടെയാണ് ആദ്യമായിട്ട് കാണുന്നത്. ഇത് കണ്ടില്ലേ, ഷേക്കാണ് കേട്ടോ ഐസ്ക്രീമിൻ്റെയൊക്കെ. ഒത്തിരി വെറൈറ്റീസ് ഉണ്ടായിരുന്നു കേട്ടോ, ഒത്തിരി. അപ്പം ഞങ്ങളിത് ഇത്രയും സാധനങ്ങളാണ് അവിടെ നിന്ന് വാങ്ങിയത്. കാരണം അപ്പം കഴിക്കാവുന്ന സാധനങ്ങളാണ് കേട്ടോ വാങ്ങിയത്. അപ്പോൾ ആദ്യം എടുത്തത് നമ്മുടെ ഷേക്കാണ് ഐസ്ക്രീമിൻ്റെ. പിന്നെ ഈ കാണുന്നത് സ്വീറ്റ് കേർഡാണ് കേട്ടോ. അതിനൊരു 10 രൂപയേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇതിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്നത് ചീസ് ബ്രെഡാണ് കേട്ടോ. അതിനൊരു 20 രൂപ ഉണ്ടായിരുന്നുള്ളൂ. സാമ്പിളായിരുന്നു കേട്ടോ എല്ലാം. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇത് അരുണിൻ്റെ ബൈറ്റ്സ് എന്നാണ് കരുതിയതല്ല, അരുണിൻ്റെ ബൈറ്റ്സ് എന്നാണ് കേട്ടോ അതിൻ്റെ പേര്. അതിന് വരുന്നത് ഇത് വാനില ഫ്ലേവറാണ്. ഇത് 10 റുപ്പീസ് ആണെന്നാണ് തോന്നുന്നത്, അല്ലേ? 10 റുപ്പീസ് ആണെന്ന് തോന്നുന്നു, കൃത്യമായിട്ട് ഞങ്ങൾ നോക്കിയില്ല. അത് മൊത്തം കൂടെ ഞങ്ങൾക്ക് ഒരു 80-100 രൂപയ്ക്കകത്ത് ആയതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് കിടിലായിരുന്നു കേട്ടോ. നമുക്ക് ചെറിയൊരു ഈ മിഠായി, ഒരു ക്രീം മിഠായി ഒക്കെ കഴിക്കുന്ന പോലെ ഒരു ബൈറ്റ്സ് പോലെ, അകത്ത് നല്ല തണുപ്പായിരുന്നു കേട്ടോ അകത്ത്. അടുത്ത ഫ്ലേവർ എടുത്തതാണ് അതിൻ്റെ തന്നെ കോട്ടൺ ക്യാൻഡിയാണ് കേട്ടോ. അത് ഞാൻ കഴിച്ചില്ല. അതെനിക്ക് കോട്ടൺ ക്യാൻഡി ഫ്ലേവർ എനിക്ക് അത്ര വലിയ താല്പര്യമില്ല, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. കോട്ടൺ ക്യാൻഡി എന്ന് പറഞ്ഞാലും ഒരു വ്യത്യസ്ത ഒരു ഫ്ലേവർ ആയിരുന്നു കേട്ടോ. അത് നല്ലതായിരുന്നു. ഇത് ഭയങ്കര ചെറുതായിരുന്നു കേട്ടോ. അപ്പോൾ ഇതും എത്രയാ എനിക്ക് അറിഞ്ഞുകൂടാ, 10-5 എങ്ങാണ്ടായിരുന്നു റേറ്റ്. അതിൽ റേറ്റ് നോക്കിയിട്ട് കണ്ടുമില്ല. അടുത്തതായിരുന്നു ഇത് വലിയ ടേസ്റ്റ് ഇല്ലായിരുന്നു കേട്ടോ. വാനിലയും പിന്നെ കോഫി മിക്സ് ആയിരുന്നു. ഇത് ഞാൻ കഴിച്ചില്ല.
അത് ഞാൻ കഴിച്ചു. പക്ഷേ എനിക്കും ഇഷ്ടപ്പെട്ടില്ല. എന്തോ ഒരു ചവർ പോലെയൊക്കെ തോന്നി. അതുകൊണ്ട് എനിക്ക് വലിയ താല്പര്യമില്ലായിരുന്നു. അതാ മുഖത്ത് തന്നെ കാണാനുണ്ട്. ഞാൻ പക്ഷേ ഇത് ട്രൈ ചെയ്തില്ല കേട്ടോ. ഇത് ഞാൻ മറ്റുള്ള കോട്ടൺ ക്യാൻഡിയുടെ ആ ഒരു ബൈറ്റ്സ് കഴിച്ച് നോക്കുന്നതാണ് കേട്ടോ. അതൊന്ന് മണത്ത് നോക്കിയതാണ്. കോട്ടൺ ക്യാൻഡിയുടെ സ്മെല്ലൊന്നും ഇല്ല, പക്ഷെ അത് കൊള്ളായിരുന്നു. പിന്നെ ഇതാണ് കോട്ടൺ ക്യാൻഡി ഫ്ലേവറിലുള്ള ഈ ഒരു ഷേക്ക് ഉണ്ടല്ലോ. ഇതിന് 30 റുപ്പീസ് എങ്ങാണ്ടേ ഉള്ളായിരുന്നു കേട്ടോ. പക്ഷെ ഇത് കിടിലായിരുന്നു കേട്ടോ കഴിക്കാനായിട്ട്. ആദ്യം തന്നെ ഇങ്ങനെ പൊട്ടിത്തെറിച്ചിട്ടോ വീഴുന്നു വലിച്ച പൊടി. കണ്ണുടച്ച ഒറ്റ വലി വലിച്ചാൽ മതി. ജഗതി പറയുന്ന പോലെ കണ്ണുടച്ച ഒറ്റ വലി വലിച്ചാൽ മതി. ഇതിപ്പം നമ്മൾ ആറ്റിങ്ങിൽ നിന്ന് വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. ഇപ്പോൾ ഏതാണ്ട് സമയം ഒരു 10-10:30 ആയി കാണും. ഇപ്പം ഇത് പാരിപ്പള്ളി എത്തി. അപ്പോൾ പാരിപ്പള്ളി എത്തി. ഇതിൻ്റെ ഇടയിൽ കാണുന്ന ഒരു തട്ടുകടയാണ് കേട്ടോ ഞങ്ങൾ നിർത്തിയത്. പിന്നെ ഈ പോണ വഴിയിലൊക്കെ ഒന്നും കൂടി ഈ വഴി പോയി കഴിഞ്ഞാലും ഇപ്പം ഞങ്ങൾ കയറിയ കടകളൊന്നും ഞങ്ങൾക്ക് ഓർമ്മ കാണില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വഴി എവിടെയാണോ സ്ഥലം എവിടെയാണോ അറിയാതെയാണോ ഓരോ കടകളിലും ഞങ്ങൾ കയറിയത് കേട്ടോ. പോകുന്ന വരയ്ക്ക് ഓരോ ബോർഡ് കാണുന്നു, അങ്ങനെ കയറുന്നു എന്നുള്ളതായിരുന്നു ഒരു കാര്യം. അങ്ങനെ കയറിയ ഒരു തട്ടുകടയാണ് ഇവിടെ ഞങ്ങൾ പൊറോട്ടയും ബീഫ് റോസ്റ്റും പിന്നെ ഓംലെറ്റും ആയിരുന്നു കേട്ടോ വാങ്ങിയത്. ഇതെന്ന് പറയാൻ നമ്മളൊരു പെട്ടെന്ന് പ്ലാൻ ചെയ്ത ട്രിപ്പാണ്. നമ്മുടെ നൈറ്റ് ട്രിപ്പെല്ലാം പെട്ടെന്ന് പ്ലാൻ ചെയ്യുന്നതാണല്ലോ. അങ്ങനെ ഇരുന്നപ്പം നമുക്ക് എഴുതി ഒരു ആറ്റിങ്ങിൽ വരെ ഒന്ന് പോവാം, റോഡിലുള്ള കാര്യങ്ങളും ഫുഡും കാര്യങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം, അങ്ങനെ പോയതാണ്. ഞങ്ങൾ സാധാ വീടിനടുത്തുള്ള കടകളിലൊക്കെയാണ് കേട്ടോ പോണത്. ഇന്ന് ഇത്തിരി ഒന്ന് ദൂരം പോയെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, നല്ല രസമായിരുന്നു കേട്ടോ. നമ്മുടെ ടോവിനോ പറയുന്ന പോലെ ഒരു പൊറോട്ട നുള്ളി ഇങ്ങെടുക്കുക, ഒരു ബീഫിൻ്റെ പീസ് എൻ്റെ അകത്തോട്ടങ്ങ് വെക്കുക, ഇങ്ങോട്ട് നുള്ളി ഇങ്ങോട്ട് വെക്കുക, ഗ്രേവിയും കൂടി ഇരിക്കട്ടെ. എന്നിട്ട് ഇങ്ങനെ ചാറിലങ്ങോട്ട് മുക്കിയിട്ടതാ. ബീഫ് റോസ്റ്റാ, ബീഫ് റോസ്റ്റ്. മുട്ടയും കൂടെ കാണിക്കാൻ എന്ത് മുട്ട കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ എത്ര വീട്ടിൽ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാലും തട്ടുകട വന്ന് ഡബിൾ ഒരു ഓംലേറ്റ് അങ്ങോട്ട് അടിച്ച് കഴിക്കുന്ന സുഖം വേറെ ഒന്നിനും കിട്ടത്തില്ല. അത് പുറത്തേക്ക് ടേസ്റ്റാട്ടോ. റോഡ് സൈഡ് നമ്മളിങ്ങനെ ഡബിളും മേടിച്ച് ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. കുരുമുളക് പൊടിയൊക്കെ ഇങ്ങോട്ടിട്ട് സൂപ്പറാ. എടുക്കട്ടെ, ഞാൻ കഴിക്കട്ടെ. കഴിച്ചോ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ടോ. എന്നിട്ട് ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് ഒന്ന് തേക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നേരത്തെ വാങ്ങിയ സ്വീറ്റ് കേർഡ് ഇല്ലായിരുന്നു, അതും കൂടെ കഴിച്ചിട്ടോ. ഇതിന് 10 രൂപയേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ നല്ല തിക്കായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇതേ വീട്ടിലേക്ക് വരുന്ന വഴിക്ക് കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു കേട്ടോ. കാരണം ഇത്രയും കഴിച്ചത് നാളെ അത് കോമ്പൻസേറ്റ് ചെയ്യണമല്ലോ, അതുകൊണ്ട് ഫ്രൂട്ട്സൊക്കെ കഴിക്കാമെന്ന് കരുതി അങ്ങനെ കുറേ ഫ്രൂട്ട്സൊക്കെ വാങ്ങി. അതും കഴിഞ്ഞ് ഞങ്ങളിത് വീട്ടിലെത്താറായി കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. വെറുതെ ഒന്ന് നൈറ്റിൽ പോയപ്പോൾ കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചൊന്ന് എക്സ്പ്ലോർ ചെയ്തതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാവേ. ടാറ്റാ.